ആദ്യം ഒരു തെറ്റിദ്ധാരണ കാരണം ഞാനും അവളെ ശത്രുവാക്കി. അവള് വളരെ നല്ലവളാണെന്ന് മനസ്സിലാക്കിയപ്പോ നിങ്ങളുടെ എല്ലാവരുടെ അംഗീകാരത്തോടെ ഞാൻ അവളെ കല്യാണം കഴിച്ചത്. അവളെ നീ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ല. അവൾ എന്റെ മരുമകളല്ല. അവൾ ഈ വീട്ടിലെ എല്ലാവരുടെയും ശത്രുവാ. എല്ലാവരുടെയും ജീവൻ എടുക്കാൻ നടക്കുന്നവള്. നിന്റെ അച്ഛന്റെ ശവശരീരമെങ്കിലും ഒന്ന് കാണാൻ നിനക്ക് പറ്റിയോ? അതിന് പാവം മീനാക്ഷി എന്ത് ചെയ്തു എന്നാ ഞാൻ ചോദിക്കുന്നത്. അവളതിന് കാരണക്കാരി. അല്ലെങ്കിൽ രാമേട്ടന്റെ ഡെഡ് ബോഡി ഇന്ദ്രജ് നമുക്ക് വിട്ടു തരുമായിരുന്നു, അറിയോ? അതിന് മീനാക്ഷി ഉത്തരവാദിയൊന്നുമല്ല. ഇത് നമ്മളോടുള്ള ഇന്ദ്രജ അമ്മായിയുടെ റിവഞ്ചാണ്. അതുകൊണ്ടാ നമ്മുടെ ആളുകൾ ദുബായിൽ ഉണ്ടായിരുന്നിട്ടും ചന്ദ്രഗിരി ദേവരാജൻ ഇടപെട്ട് അയാളുടെ ചെലവിൽ അച്ഛന്റെ ഡെഡ് ബോഡി നാട്ടിലെത്തിച്ചത്. കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കിനിടയിൽ മീനാക്ഷിയെ നിങ്ങൾ ഇട്ടിങ്ങനെ ഞെരിക്കരുത്. അവളാണ് ഈ കുടുംബത്തിന്റെ നാശം. അതിനൊരു തർക്കവും വേണ്ട. ഏതോ ഒരു സിദ്ധന് ഓതിക്കൊടുത്ത വേദമന്ത്രമാ മീനാക്ഷി ഈ കുടുംബത്തിന്റെ ശത്രുവാണെന്ന്. സിദ്ധനായിപ്പോ ഇവരുടെയൊക്കെ ദൈവം. സിദ്ധനെ എന്തെങ്കിലും പോലീസ് പൊക്കും. ദൈവം ലോക്കപ്പില് തുണിയില്ലാ നിടികൊള്ളും. അന്നേരം ഇവരൊക്കെ സത്യം അറിയൂ. നീ കളിയാക്കൊന്നും വേണ്ട. ആരൊക്കെ പക്ഷം ചേർന്നാലും മീനാക്ഷിയോടുള്ള എന്റെ മനോഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ആരുടെയെങ്കിലും മുഖം പോലും ഒന്ന് കാണാതെ എന്റെ രാമേട്ടനാ ജയിലിൽ കിടന്ന് ഉരുകിയത്. ഒടുവിന് ആ മണലാരണ്യത്തിൽ വെച്ച് അവരെന്റെ രാമേട്ടനെ തൂക്കിക്കൊന്നു. ഇതിനൊക്കെ കാരണം അവളാ, ആ മീനാക്ഷി. മാധുരിയുടെ മകള്